ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നൊസ്റ്റു ഐറ്റം ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിന്ന് നമ്മുടെ ഈ നൊസ്റ്റു ഐറ്റം ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ദോശമാവാണ്. അപ്പോൾ ദോശമാവ് ഒരു വിസ്ക് ഉപയോഗിച്ച് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ലൂസായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ദോശമാവ് എടുത്ത് വെച്ചിരിക്കുന്ന അളവിനനുസരിച്ച് ഇപ്പം 1/2 കപ്പാണ് എടുത്ത് വെച്ചിരിക്കുന്നതെങ്കിൽ അതിൻ്റെ പകുതി അപ്പോൾ ഈസ്റ്റ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. ഈസ്റ്റ് ഞാൻ അതിലേക്ക് അപ്പോൾ മൈദ എന്ന് പറഞ്ഞാൽ മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് അടപ്പിൽ മാറ്റി വയ്ക്കാം. അതിനുശേഷം പകുതിയോളം ഇട്ട് കൊടുക്കും. ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് ഫുഡ് കളർ എടുത്തിട്ടുണ്ട്. ഫുഡ് കളർ ഇതിലേക്ക് ആഡ് ചെയ്ത് ഒരുപാട് ഞാൻ കൊടുക്കുന്നില്ല, ഒരു ലൈറ്റ് കളർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. കാരണം വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ഫുഡ് കളർ അത്ര ആഡ് ചെയ്യുന്നത് നല്ലതല്ല, നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ല. അതിനുശേഷം ആ മാവ് മാറ്റി വെച്ചു. ഇനി നമുക്കതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ, നോൺ സ്റ്റിക്കാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പം ഒരു 1/2 കപ്പ് ഷുഗറിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് സ്പൂൺ വെച്ചിട്ട് ആ പഞ്ചസാര അതിലൊന്ന് മിക്സ് ആവുന്നിടം വരെ നമുക്കൊന്ന് കൈയെടുക്കാവുന്ന മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം അത് ആയി എന്ന് തോന്നുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഷുഗർ സിറപ്പിലേക്ക് നമുക്ക് പഞ്ചസാര മിഠായി ഏതെങ്കിലും ഒരു ഫ്ലേവർ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്കിപ്പം വാനില എസൻസ് അല്ലെങ്കിൽ ഏലക്കായ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. പക്ഷേ ഞാനിവിടെ അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. അതിനുശേഷം അതായി എന്ന് നമുക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ ഒരു നൂല് പരുവത്തിൽ വരും. ആ ഒരു ഇതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. പക്ഷേ അത് ആവാതെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വെള്ളം പോലെ ഇരിക്കും. നമുക്ക് ആ പഞ്ചസാര മിഠായി ഉണ്ടാക്കുന്ന ടൈമിൽ ഷുഗർ സിറപ്പ് കറക്റ്റായിട്ട് വന്നിട്ടില്ല എങ്കിൽ അതിലേക്ക് പഞ്ചസാര ഒന്നും അധികം പിടിക്കില്ല, പെട്ടെന്ന് ആ ഒരു കട്ടി പരുവത്തിൽ തന്നെ കിടക്കും. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതുപോലൊരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട്. പാൻ അടുപ്പിൽ വെച്ചിട്ട് കൈ വെച്ചോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. മാവ് നന്നായി ഞാനിപ്പോൾ ഇതെൻ്റെ ഉള്ളതുകൊണ്ട് മാത്രം ഓരോ അതിനുശേഷം മാവ് ബോളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം നമ്മുടെ പഞ്ചസാര പറയേണ്ട ഈസ്റ്റ് ഒരുപാട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ ഞാനൊരു വരും. പാൻ ഇങ്ങനെ ആണെങ്കിൽ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ കറക്റ്റ് ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ ഒരു കറക്റ്റ് രീതിയിൽ ഒരുപാട് മൂപ്പിച്ചെടുക്കണ്ട. ഇത് ഒന്ന് തൊടുമ്പോഴത്തേക്കൊന്ന് സോഫ്റ്റ് ആയിരിക്കണം, ഉള്ളിൽ അത്യാവശ്യം സോഫ്റ്റ് ആയിരിക്കണം, എന്നാൽ പുറമേ നല്ല ക്രിസ്പി ആയിരിക്കണം. അതാണ് അതിൻ്റെ കറക്റ്റ് ഒരു പരുവം. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത പഞ്ചസാര മിഠായി എല്ലാം ആദ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് ആ ഒരു ഇതാണ് കറക്റ്റ് ആ ഒരു ഇത്. അപ്പോൾ നമുക്കിത് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ ബാക്കിയുള്ള എല്ലാം നമുക്കതുപോലെ ഒന്ന് എടുക്കാം, ഒന്ന് പൊരിച്ചെടുക്കാം. ബാക്കിയുള്ള മാവെല്ലാം നമുക്ക് നല്ല രീതിയിലൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ തിരിച്ചു മറിച്ച് നോക്കിയിട്ട് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ച് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഇതാണ് അതിൻ്റെ കറക്റ്റ് ഒരു പരുവം. ഇതാണ് ഓവറായിട്ട് എന്താ പറയണ്ട, കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അങ്ങ് കട്ടിയായി പോവും. അപ്പോൾ ഉള്ളിൽ തീരെ സോഫ്റ്റ്നെസ് കാണില്ല. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. ഇത് ഭയങ്കര ഷുഗർ സിറപ്പിലേക്ക് ഇടുമ്പോഴും ആ ഒരു കട്ടിക്ക് തന്നെ കിടക്കും. അതിൻ്റെ ഉള്ളിലൊന്നും ഷുഗർ ആവത്തില്ല.
അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയ ടൈമിൽ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച ഷുഗർ സിറപ്പ് കട്ടിയായി പോയോ നോക്കി. പക്ഷേ ഇല്ല, അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, കറക്റ്റായിട്ട് ആ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആ പൊരിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര, ആ മിഠായി എല്ലാം ഇനി ഷുഗർ സിറപ്പിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ആ മിഠായിക്കുള്ളിൽ ആ ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് വലിച്ചെടുക്കുന്ന രീതിയിൽ നമ്മൾ മിക്സിങ്ങിലാണ് മൊത്തം കാര്യം ഇരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തു ഏകദേശം ഒന്ന് സെറ്റായി വന്നു നമുക്ക് തോന്നുന്ന ടൈമിൽ നമുക്ക് മാറ്റാം. ഇപ്പോൾ ഇത് നല്ല രീതിയിൽ ആയിട്ടുണ്ട്. ബാക്കിയെല്ലാം നമുക്കിതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിഠായി എല്ലാം നമുക്ക് പഞ്ചസാരയിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള, നമ്മൾ വീട്ടിൽ തന്നെ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയ നമ്മുടെ